ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ശിവരാത്രി വീഡിയോ കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സിഡ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് 2 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. മിൻഡോ എന്ന് പറഞ്ഞു ശിവക്ഷേത്രത്തിൽ കേട്ടോ, സിഡ്നി ശിവ ടെമ്പിൾ. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളെവിടെയാണ് ഒരു ഇന്ത്യയിലൊക്കെ എത്തിയ അതേ പ്രതീതിയായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളെ വെൽക്കം തന്നെ ചെയ്യുന്നത് ഈ ശിവൻ്റെ സ്റ്റാച്ചു ആയിട്ട്, ഒരു ബിഗ് സ്റ്റാച്ചു. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വ്രതവും ഒക്കെ എടുത്ത് ഒരു പീസ്ഫുൾ വൈബായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പ്രധാനമായിട്ട് ഈ ഹനുമാൻ്റെ ഒരു ബിഗ് സ്റ്റാച്ചുവും കൂടെ ഉണ്ട് കേട്ടോ. അതും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇന്ന് ശിവരാത്രി അല്ലേ, അപ്പം 2 ക്യൂ ആയിട്ട്, നോർമലായിട്ട് നമ്മൾ അകത്ത് കയറാനും ഉണ്ട്, പിന്നെ പൂജയ്ക്കുള്ള ക്യൂ ആയിട്ടും ഉണ്ട് കേട്ടോ. ഞങ്ങൾ നോർമലായിട്ടേ കയറിയുള്ളൂ, പൂജയ്ക്കുള്ള ക്യൂ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു അമ്പലമാണ്. ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് ചുറ്റിയൊക്കെ കണ്ടു. ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ പോകണം. അപ്പം ഞങ്ങൾ തന്നെ അറിഞ്ഞു അതിൻ്റെ അടുത്ത് വേറൊരു പ്രശസ്തമായ ശ്രീ മുക്തിഗുപ്തേശ്വർ മന്ദിരം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് നടന്നു പോകാനുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അത് ലോക പ്രശസ്തിയുള്ള ഒരു ടെമ്പിളാണ്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു. നേപ്പാളിലെ രാജാവ് സമ്മാനിച്ച 13ാമത്തെ ജ്യോതിർലിംഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാരതത്തിന് പുറത്തുള്ള ഏക ജ്യോതിർലിംഗമാണ് കേട്ടോ. ഗുഹാമന്ദിരമാണ്. ഇതൊരു ഭൂഗർഭ ക്ഷേത്രമായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ 1128 ചെറിയ ശിവലിംഗങ്ങൾ കാണും. അപ്പം ഞാൻ ശിവലിംഗങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേട്ടോ ഇതൊക്കെ മനസ്സിലായേ. പിന്നെ ഗംഗ ഉൾപ്പെടെയുള്ള ലോകത്തിലെ 81 പവിത്രമായ നദികളെ തീർത്തും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ലൂണാർ ന്യൂ ഇയർ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഡാർലി ഹാർബറിലും ഒക്കെ ഭയങ്കര ഡെക്കറേഷൻ, അതും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അതും കൂടെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ലൂണാർ ന്യൂ ഇയർ എന്ന് പറയുന്നത് തന്നെ ലയൺ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു തായ് ടൗൺ എന്ന് പറഞ്ഞ ഡാർലി ഹാർബറിലുണ്ട്. അവിടെ ഫുൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ദിവസമാണ് ബർവൂഡിൽ, അവിടെയായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ. ഹലോ, ഇന്ന് നമ്മൾ വന്നത് സിഡ്നിയിലെ ഒരു സൂപ്പർ ആൻഡ് വൈബ്രൻറ്റ് ഏരിയയായ ബർവൂഡിലാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ലൂണാർ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ഒരു 1 മന്ത് സെലിബ്രേഷനാണ് കേട്ടോ. ബർവൂഡ് റോഡ് മുഴുവൻ റെഡ് ലാന്തേൺസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മ്യൂസിക്സും ക്രൗഡും പിന്നെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ലൂണാർ ന്യൂ ഇയർ മെയിൻലി ചൈനീസും കൊറിയൻസുമാണ് കേട്ടോ. ആ കമ്മ്യൂണിറ്റിയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം ചൈനീസ് സോഡിയാക് പ്രകാരം ഇയർ ഓഫ് ദ ഹോഴ്സ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ബർവൂഡ് റോഡ് മുഴുവൻ റെഡ് ആൻഡ് ഗോൾഡ് തീമായിട്ട് കേട്ടോ. ലാന്തേൺസും ബാനേഴ്സും ലക്കി സിമ്പിൾസും എല്ലാം കാണാം. ഗായ്സ്, ഇവിടെ കാണുന്ന ഓരോ ഡെക്കറേഷൻസിനും ഓരോ മീനിങ് ഉണ്ട് കേട്ടോ. റെഡ് കളർ ലക്കിനും പ്രോസ്പെറിറ്റിക്കും സിമ്പിളാണെന്നൊക്കെ പറയാറുണ്ട്. ബർവൂഡിൻ്റെ ഡിഫറെൻറ്റ് പ്ലേസസിൽ വെച്ചാണ് ഫെസ്റ്റിവൽ മെയിനായിട്ട് നടക്കുന്നത്. ബർവൂഡ് റോഡും എമറാൾഡ് സ്ക്വയർ ഏരിയയും. പിന്നെ നമ്മൾ ചൈന ടൗണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റേജ് പെർഫോമൻസും സ്റ്റോൾസും കിഡ്സ് ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. കിഡ്സിന് പ്രധാനപ്പെട്ട കിഡ്സ് പെയിൻറ്റിങ്ങും പിന്നെ ഗിഫ്റ്റ്സും, അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെയാണ് പോയത് കേട്ടോ. പ്രധാനമായിട്ടും ലയൺ ഡാൻസ് കാണാൻ കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ എത്തിയ ടൈം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കുറച്ച് ഡാൻസൊക്കെ എടുത്ത കേട്ടോ. ലയൺ ഡാൻസ് ഭയങ്കര എനർജിയിലാണ് അവർ ജമ്പ് ചെയ്യുന്നതും ഡാൻസിങ്. കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫുഡ് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കെന്താ മലയാളി ഓഡിയൻസ് റിലേറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ ഫെസ്റ്റിവൽ പോലെ വിഷു, ഓണം. അപ്പോൾ ഫാമിലി ആയിട്ട് അവർ സെലിബ്രേറ്റ് ചൈനീസും ആൾക്കാർ കേട്ടോ. ഈ ബർവൂഡ് ഏരിയയിൽ മോസ്റ്റ്ലി ചൈനീസ് പീപ്പിൾസ് ആണ് കേട്ടോ കൂടുതൽ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈവനിങ്ങാണ് ഞങ്ങൾ പോയത് കേട്ടോ. കൂടുതൽ ഈവനിങ് ആയിട്ട് നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ചൈനീസ് കമ്മ്യൂണിറ്റിയിൽ ആരോ എന്തോ സംസാരിക്കുന്ന കേട്ടോ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് സിഡ്നിയിൽ തന്നെ പല സ്ഥലം ഡാർലി ഹാർബറിലും ഒക്കെ പലയിടത്തായിട്ട് ലൂണാർ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മാർച്ച് 1 വരെയാണ് ഒരു 1 മന്ത്
സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, അപ്പോൾ പ്രധാനമായിട്ടും ശിവദ അനുയൊക്കെ ലയൺ ഡാൻസ് കാണാനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ലൂണാർ ന്യൂ ഇയർ ഈ വർഷത്തെ സെലിബ്രേഷനും കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.